ഇനി കാണാൻ പോകുന്ന മാംഗല്യം സീരിയലിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂണ്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡിന് നമ്മുടെ അവന്തികയുടെയും ധനുഷിനെ കടുത്ത തീരുമാനങ്ങളും പദ്ധതികളൊക്കെയാണ്. കാരണം അർച്ചനയും സച്ചിയും ഒരു ഭാഗം പ്ലാൻ ചെയ്യുമ്പോൾ അവരുടെ പ്ലാനിനെ എങ്ങനെയൊക്കെ കുറുക്കുബുദ്ധിയിൽ കൂടെ അടിച്ച് വീഴ്ത്താമെന്ന് ഓരോ പദ്ധതിയാണ് ഇവർ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ കാണുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കമൻസും ഷെയർസും ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ സ്റ്റിക്കേഴ്സും കൂടെ സെൻഡ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്നതിനെ കാണിക്കുന്നത് ധനുഷ് സ്നേഹ സ്വയംവരത്തിന് 15 ദിവസം. ആ 15 ദിവസം എന്ന സമയം വരെ നീട്ടിക്കൊണ്ടു പോയാൽ അർച്ചന കൊടുത്തിരിക്കുന്ന വെറും 48 മണിക്കൂറാണ് ധനുഷിന്റെ മുന്നിൽ ഈ നാടും സ്നേഹയും എല്ലാം വിട്ടു പോകാനായി. അപ്പം 49ാമത്തെ മണിക്കൂർ ധനുഷിന് എന്തായാലും നെല്ലിശ്ശേരി വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ധനുഷും അവന്തിയും കൂടെ എന്തൊക്കെ പദ്ധതി ഒപ്പിച്ചും 2 ദിവസത്തിനകം ഈ 48ാം മണിക്കൂർ തീരുന്നതിന് മുന്നേ തന്നെ ധനുഷ് സ്നേഹ സ്വയംവരം നടത്തിയിരിക്കണം. ഈ ഒരു പദ്ധതിക്ക് പക്ഷേ തടസ്സങ്ങൾ ഒന്നല്ല രണ്ടല്ല ഇഷ്ടം പോലെയാണ്. കാരണം സച്ചി ഒരറ്റം, അർച്ചന ഒരറ്റം, സന്ദീപ് ഒരറ്റം, അതുപോലെ ഇപ്പം ആതിര എത്രയൊക്കെ ഗർഭിണിയാന്ന് പറഞ്ഞാലും ആതിരയും അനൂപും എല്ലാവരും തന്നെ ഒരുമിച്ച് തന്നെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ധനുഷും അവന്തിക എന്ന 2 കണ്ണികൾക്ക് മാത്രം ഇവരെ ജയിക്കാൻ എന്താണ് മെത്തേഡ് എന്നാണ് ഇവരുടെ ഇപ്പോഴത്തെ ആശങ്ക. പക്ഷെ അതിന് ധനുഷിൻ്റെ മരമന്ത ബുദ്ധി തോന്നുന്ന ഒറ്റൊരു ബുദ്ധി മറ്റൊന്നുമല്ല. അതായത് നമുക്കേ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവരെല്ലാവരും കൂടെ എവിടെയെങ്കിലും റൂമിൽ പൂട്ടിയിട്ടാലോ. എടാ നിന്റെ മരമന്ത ബുദ്ധി ആയി പോയി, നിനക്ക് ഇങ്ങനെയൊക്കെ പൊട്ട ബുദ്ധി തോന്നുള്ളൂ. ബെസ്റ്റ്. എന്നിട്ട് വേണം ഇവരെല്ലാവരും കെട്ടിയിട്ട് കഴിയുമ്പം ആ കെട്ടൊക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഊരി വിടുമ്പോഴത്തേക്ക് ഇവന്മാർ വന്ന് പെങ്ങളായ സ്നേഹയെ നീ ചതിച്ച് കല്യാണം കഴിച്ചതിനെ അവന്മാരുടെ കൈ എന്താണ് ചുമ്മാ കെട്ടി നിൽക്കും നിനക്ക് തോന്നുള്ളൂ. സച്ചിയും സന്ദീപും ഒരുമിച്ചിറങ്ങിയാലേ നിന്നെ വെട്ടി എറിഞ്ഞ് ഇട്ടിട്ട് മാത്രമേ അവന്മാർ പോകത്തുള്ളൂ. അതോടെ കല്യാണം കെട്ടുന്നതോടെ നിനക്ക് ഫസ്റ്റ് നൈറ്റിന് മുന്നേ തന്നെ നിന്റെ കാര്യം അവന്മാർ കഴിച്ചിട്ടേ വിടത്തുള്ളൂ പറയുമ്പോൾ അയ്യോ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് ദർശനം. എൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതായത് അർച്ചനയെ മാത്രം ഒതുക്കിയാൽ പോരാ. ഈ കല്യാണം എന്ന് പറയുമ്പം അർച്ചന, സന്ദീപ് ഇവർ ആർക്കും നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കാനായി ഇവരുടേതായ ഒരു പ്രശ്നങ്ങൾ കൊടുത്ത് ഇവരെ മാറ്റണം. അതിനിപ്പോൾ എന്താ വഴി എന്നാണ് നോക്കേണ്ടത്. ആദ്യം തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വലിയൊരു ആശ്വാസം ഈ ആതിരയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ച ആതിര കിടക്കുന്നുണ്ടാ. നീ മാലാഖമാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? നല്ല വെള്ള വസ്ത്രമൊക്കെ ഇട്ട് വന്ന മാലാഖമാർ. എന്നാൽ അവന്തിക എന്ന ലൂസിഫർ ഇപ്പം നല്ലൊരു മാലാഖ ഇറക്കിയിട്ടുണ്ട്, കറുത്ത മാലാഖ. അവളെ കൊണ്ടാണ് ഇനി എൻ്റെ അടുത്ത കളി. ആ കളിയിൽ ആതിര എന്ന വ്യക്തി എറിഞ്ഞ് വീഴപ്പെടും. ആ വീഴുന്നോടെ തന്നെ സന്ദീപിന് പിന്നെ ഇടത്തും വലത്തും അനങ്ങാനായി സന്ദീപിൻ്റെ ദുഃഖം തന്നെ ധാരാളമാക്കും. അതിൻ്റെ ഇടയ്ക്ക് അത് സ്നേഹയുടെ കാര്യമൊന്നും സന്ദീപിൻ്റെ മനസ്സിൽ പോലും വരില്ല. അഥവാ ഇനി വന്നാൽ പോലും സന്ദീപ് ഇത്രേ ചിന്തിക്കത്തുള്ളൂ, ഞാൻ എന്തിനാ സ്നേഹയുടെ പിറകെ പോകുന്നത്? കാരണം ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത എൻ്റെ അനിയത്തിയുടെ ജീവിതം ഇനി എങ്ങനെ പോയാലും എങ്ങനെയൊക്കെ നശിച്ചാലും എനിക്കൊരു കാര്യമില്ല, എനിക്ക് എൻ്റെ ഭാര്യയുടെ ജീവിതമാണ് വരുന്നത് പറഞ്ഞിട്ട് സന്ദീപ് അവിടെ തന്നെ സ്റ്റാൻഡായി നിൽക്കും. കേട്ടത് നമ്മുടെ ധനുഷ് അവന്തിയോട് ചോദിക്കുക, അതിന് നീ എന്ത് പ്ലാൻ ഒപ്പിച്ച് വെച്ചിരിക്കുന്ന ആതിരയ്ക്കെതിരെ? അത് നിനക്ക് ഞാൻ ഇപ്പം തന്നെ കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോണിലേക്ക് ഡയൽ ചെയ്യും. ആ ഫോൺ എടുക്കുന്ന ആതിര ഇപ്പം നിൽക്കുന്ന അതേ സ്ഥലത്തിനകത്തുള്ള ഒരു ചീഫ് നേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ എടുത്തിട്ട് ഹലോ മാഡം, ഞാൻ ഈ അവന്തിക്കാണ് കേട്ടോ. സുഷമ, കാര്യങ്ങളൊക്കെ എന്തായി? മാഡം എല്ലാ കാര്യവും മാഡം പറഞ്ഞ പോലെ തന്നെ നടക്കത്തേ ഉള്ളൂ. കാരണം ഇനി കുറച്ച് ദിവസത്തേക്ക് ആതിരയ്ക്ക് ഇവിടെ നിന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. പോരാത്തിന് ഇവിടെ ഞാനില്ലേ, ഇനി അങ്ങനെ എങ്ങനെ എന്നെ മറികടന്നിട്ട് ഇറങ്ങുന്നത്? പിന്നെ ഇനി ഞാൻ മാഡത്തിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നെങ്കിൽ മാഡം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ച ജോലി സമ്പൂർണ്ണമായി പൂർത്തിയാക്കി ആ സന്തോഷ വാർത്ത പറയാൻ മാത്രമേ ഞാൻ മാഡത്തിനെ വിളിക്കത്തുള്ളൂ എന്ന് പറയുവാണ്. എന്നാൽ ശരി സുഷമ, പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് ഇവൾ ഫോൺ കട്ട് ചെയ്തിട്ട് ധനുഷിനെ കേൾപ്പിച്ചു കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ കറുത്ത മാലാക. ഇനി എനിക്ക് ചെയ്യാനുള്ള പണിയൊക്കെ അവിടെ സുഷമ, ബാക്കിയുള്ള കാര്യമൊക്കെ ആതിരയുടെയും സന്ദീപിൻ്റെ കാര്യം അവിടെ ലോക്കാവുന്നതൊക്കെ സുഷമയുടെ കയ്യിലുണ്ടെന്ന് പറയാം. അപ്പോഴത്തേക്ക് എന്താണ് നേരെ കാണിക്കുന്ന ഈ സുഷമ ആതിരയെ കൊടുക്കാനായിട്ടുള്ള കുറച്ചൊരു കഴിക്കാനുള്ള എന്തോ ടോണിക് എടുക്കണം. അതിൻ്റെ അകത്തേക്ക് ഒരു പ്രത്യേക രീതിയിലേക്കകത്തോട് മെഡിസിൻ അങ്ങ് മിക്സ് ചെയ്തിട്ട് ആതിരയെ കൊണ്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് ആതിരയുടെ അടുത്ത് എന്താണ് ഭയങ്കര തേനും പാലും ഒളിപ്പിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആതിരയുടെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് ആകപ്പാടെ നിൽക്കുന്ന ആതിരയുടെ അമ്മ കമലടുത്തി മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും കമലടുത്തി നോക്കിയിട്ട് മോളത്തെ ടെൻഷനൊന്നും അടിക്കണമെന്ന് പറയാം, ഇപ്പം ബി പി ഒക്കെ നോർമൽ അല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അങ്ങ് ഒലിപ്പീര. അത് കേട്ടിട്ട് ഈ കമലടുത്ത് എന്ത് നല്ല വ്യക്തിയല്ലേ, എന്തൊരു പാവമാണല്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കും. പക്ഷെ അവർക്കറിയത്തില്ല എന്ന അസുരവിത്ത് ഇറക്കിയിരിക്കുന്ന പുതിയൊരു ഐറ്റം ഇനമാണ് ഈ പുതിയ മാലാഖ എന്നുള്ള കാര്യമൊന്നും നമ്മുടെ കമലെടുത്തിയോ പാവം ആതിരയൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് അവർ കൊടുത്തതും മേടിച്ച് നല്ല പോലെ അത് അവരുടെ ഹെൽത്തിനെ നല്ല വന്നിട്ട് ആതിര പാവം കഴിച്ചിരിക്കുക. പക്ഷേ ഇത് കഴിച്ചും തന്നെ നമ്മുടെ ആതിരയുടെ തൊണ്ടയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ ഒരു അസ്വസ്ഥ ഒന്നുണ്ട്. ആതിര ഭയങ്കര കഫൊക്കെ ചെയ്യുന്നുണ്ട്, അതായത് ചുമക്കൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് ഇതൊക്കെ സാരമല്ല, നിനക്ക് ഈ ഗർഭസമയത്തുള്ള കാര്യമൊന്നുമില്ല. അവർ ആ റൂമിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. പിന്നെ കാണിക്കുന്നത് വീണ്ടും ധനുഷിനെ അവധിയുടെ സെക്കൻഡ് പ്ലാനാണ്. സെക്കൻഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പം പ്ലാൻ നമ്പർ 1
എന്തായാലും സന്ദീപിനെയും ആതിരയും അവിടെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഇനി ഇവർ ഈ കല്യാണം തടയാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് അനൂപിൻ്റെ കാര്യമാണ്. അപ്പം അനൂപിൻ്റെ കാര്യത്തിനകത്ത് മീരയും ഇതിലേക്ക് വരാതിരിക്കണമെങ്കിൽ ഈ ആതിരയുടെ കാര്യം പോരെ എന്ന് ധനുഷ് ചോദിക്കുക. അപ്പം പറയും, ധനുഷ് നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യം. ആതിരയുടെ കാര്യം മാത്രം കൊണ്ടൊന്നും അനൂപിനെയും മീരയൊന്നും അവിടെ പിടിച്ചെത്താൻ പറ്റില്ല. അവർക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെ നഷ്ടപ്പെടണം. പരസ്പരം ഒന്ന് തമ്മി ആശ്വസിപ്പിച്ച് കരയുന്ന കാര്യമൊന്നും ആവാൻ പാടില്ല. ഈ 206 എല്ലുകളില്ലേ, അതിൻ്റെ അകത്ത് 2-3 പാളിഷാക്കി കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ 2 പരിപാടി. അതിനുള്ള ആളെ നമ്മൾ ഇനി മീറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഇനി അവശേഷിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സന്ധ്യ ഈ കാണുന്ന പോലെ ഒന്നുമല്ല. ഇവർ ഒന്നും കൂടെ നിൽക്കുന്നില്ലെങ്കിലും സന്ധ്യ വിചാരിച്ചാൽ നന്ദൻ്റെ മനസ്സ് ഒറ്റയടിക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ആ ഒരു പരിപാടി ഇല്ലാതിരിക്കണമെങ്കിൽ സന്ധ്യ നല്ല ബുദ്ധിമതിയൊക്കെയാണ്. പക്ഷേ എത്ര ബുദ്ധിമതിയാണ്, അവൾക്ക് നല്ലൊരു പെണ്ണിൻ്റെ ഒരു മനസ്സുണ്ട്. എന്നെ പോലെ ഒന്നുമല്ല. ആ ഒരു പെണ്ണിൻ്റെ മനസ്സുള്ള സ്ഥിതിക്ക് അതിനിട്ട് തന്നെ നമ്മൾ ഒരു കുറുക്കി കൊള്ളണം. ഇപ്പോഴും അബ്ദുൽ ഖാദറിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സന്ധ്യയ്ക്ക് അടുത്തൊരു പാര ഞാൻ പണിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും സന്ധ്യയ്ക്ക് ഒരു ഫോൺ കോൾ വരുവാണ്. അപ്പോഴത്തേക്ക് ഹലോ, ഞാൻ ഷാജഹാനാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു കോൾ വരുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ഇത് സന്ധ്യയല്ലേ സംസാരിക്കുന്നത്. അബ്ദുൽ ഖാദറിനെ കൊന്നവരെ കാര്യത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കറിയാം. ഹലോ, നിങ്ങൾ ആരാ? ഇക്കായെ കുറിച്ച് എങ്ങനെയൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞാൽ അബ്ദുൽ ഖാദറിനെ കുറിച്ച് ഈ സന്ധ്യ ചോദിക്കണം. അപ്പോൾ അബ്ദുൽ ഖാദറിനെ കൊന്നവരൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ അവരെ കണ്ടു, അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടിട്ട് കൊടുക്കുന്നതിന് മുമ്പേ അവസാനമായി നിങ്ങൾ അവരൊന്ന് കണ്ടിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ തന്നെ വിളിച്ച് സംസാരിക്കുന്നത്. ഞാൻ അബ്ദുൽ ഖാദറിൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ്, കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറയുന്നതും സന്ധ്യയുടെ മനസ്സെന്താണെങ്കിൽ ഉരുകിപ്പോകും. കാരണം സന്ധ്യയ്ക്കാണെങ്കിൽ അബ്ദുൽ ഖാദറിനെ കൊന്നത് ആരാന്ന് തന്നെ അറിയണം. അബ്ദുൽ ഖാദറിനെ നിസ്സാരമായി കൊന്നല്ല, ഒരു നല്ല പ്ലാൻ ചെയ്ത ഒരു മർഡർ തന്നെയാണ് അബ്ദുൽ ഖാദറിനെതിരെ നടന്നിരിക്കുന്നത്. അത് നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. പക്ഷെ അതിന് മുന്നേ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ഇവന്മാരോട് നിങ്ങൾ ചോദിച്ചിരിക്കണം എന്ന് പറഞ്ഞ് സന്ധ്യനെ എന്താണ് ആ ഒരു ട്രാപ്പിൽ പെടുത്തുമ്പം സന്ധ്യ ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്ത് അയാൾ പറഞ്ഞൊക്കെ അപ്പാടെ അങ്ങ് വിശ്വസിക്കുകയാണ്. ബാംഗ്ലൂർ വരെ പോകാൻ തയ്യാറാകുകയും ചെയ്യുകയാണ്. അട്ടായതും തന്നെ നമ്മുടെ സന്ധ്യ നേരെ എന്താണ് അർച്ചനയെ വിളിച്ച് പറയും, അർച്ചന എനിക്ക് വലിയ അത്യാവശ്യം ഒരു കാര്യം സംസാരിക്കേണ്ട, അർച്ചന എവിടെ ആണെങ്കിലും ഒന്ന് വന്ന് നമുക്ക് മീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അർച്ചനയും അതുപോലെ സന്ധ്യയും മീറ്റ് ചെയ്തിട്ട് സന്ധ്യ എന്താണ് ഫോൺ കോളിൽ വന്ന കാര്യങ്ങളും സന്ധ്യയ്ക്ക് ആ ഫോൺ കോൾ ഭയങ്കര വിശ്വാസമായെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ സന്ധ്യ എടുത്ത് അർച്ചന പറയുന്നുണ്ട്, ഇത്രയും ദൂരം ബാംഗ്ലൂരിലേക്ക് പോകുന്ന പറയുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് എങ്ങനെയാണ് സന്ധ്യ ചെയ്യുന്ന തെറ്റാന്നൊന്നും പറയുന്നില്ല, അബ്ദുൽ ഖാദറിനെ കൊന്നത് ആരാന്നൊക്കെ തന്നെ നമുക്ക് അറിയണം. പക്ഷേ ഇതിൻ്റെ പിറകിൽ എന്തെങ്കിലും ട്രാപ്പ് കാണുമോ? നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാമല്ലോ. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ചുറ്റിനും ആരാ ശത്രുക്കൾ എന്നറിയാതിരിക്കുമ്പം നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പം ഒന്നും പേടിക്കേണ്ട അർച്ചന. അബ്ദുൽ ഖാദറിൻ്റെ കാര്യമാകുമ്പോഴത്തേക്കും എനിക്കിതൊക്കെ സത്യസന്ധമായിട്ട് എന്താണ് അറിഞ്ഞിരിക്കണം. ഇത് അറിയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിൽ സമാധാനം കിട്ടുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ സന്ധ്യയെ പിന്മാറ്റാനൊന്നും നിൽക്കുന്നില്ല. പക്ഷെ എന്നാലും സൂക്ഷിക്കണം, അത് മാത്രമേ എനിക്ക് പറയുള്ളൂ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം സന്ധ്യയുടെ മനസ്സിലെ വിഷമം എന്തൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ വിളിച്ച കോൾ എത്രമാത്രം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ വ്യക്തിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഇത് എടുത്ത് ചാടി പോകില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ പോകുന്നെങ്കിൽ സൂക്ഷിച്ച് പോകണം. അപ്പം നേരെ സന്ധ്യ പറയുവാണ്, ഇതിനകത്ത് ഒരു കുഴപ്പം വരത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അർച്ചന. കാരണം ഞാൻ നോക്കി പോകുന്ന കാര്യം അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഈ ഒരു കാര്യം അബ്ദുൽ ഖാദറിൻ്റെ കാര്യത്തിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഈ സന്ധ്യ എന്ന് പറഞ്ഞ വ്യക്തിയായ എന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല തന്നെ സന്ധ്യ പറയുക. അപ്പോഴത്തേക്ക് അർച്ചന പറഞ്ഞ് സൂക്ഷിക്കണം, അത്രേ എനിക്ക് പറയുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുമോ. അപ്പോഴത്തേക്ക് സച്ചിയുടെ ഒരു കോളാണ് അർച്ചനയ്ക്ക് വരുന്നത്. അപ്പം സച്ചിയുടെ കോൾ എടുത്തിട്ട് പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് പോട്ടെ, ഈ ധനുഷിനെ സ്നേഹയുടെ കല്യാണ കാര്യമൊക്കെ അറിയാമല്ലോ, ഇതിനകത്ത് എന്തെങ്കിലും ഒരു അവസാന കാര്യം നമുക്ക് പറ്റാൻ വേണ്ടി ജോത്സ്യനെ കൂട്ടുപിടിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ഇവർ ജോത്സ്യനെ പോയി കാണുന്നതാണ് അടുത്ത കാണിക്കുന്നത്. അപ്പോൾ ജോത്സ്യനെ പോയി കണ്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് തിരുമേനി ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്ത് തരണം. ആ പറയുന്ന അച്ഛനും എല്ലാവരും കൂടെ നോക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചെറുക്കൻ അവൻ അത്ര ശരിയല്ല. പക്ഷെ ഞങ്ങളിത് വീട്ടിൽ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും തൽക്കാലത്തേക്ക് ഒരു 2 മാസത്തേക്ക് കഴിഞ്ഞിട്ട് ഈ കല്യാണം നടത്താൻ പാടുള്ളൂ എന്നൊന്ന് തിരുമേനി പറഞ്ഞാൽ അച്ഛനൊക്കെ അത് കേൾക്കും. ആ ഒരു സാവകാശം മതി, അവൻ്റെ സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് തെളിയിച്ചെടുക്കാമെന്ന് പറയുമ്പം ഇയാൾ പറഞ്ഞു, അപ്പം നിങ്ങൾ പറയുന്ന കേട്ട് ഞാൻ പ്രവചിച്ചതൊക്കെ മാറ്റി പറഞ്ഞാൽ ഞാൻ ദൈവത്തിനെ എതിർക്കുന്ന പോലെ ആവത്തില്ല, അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത് എൻ്റെ കുടുംബത്തിന് തന്നെ ശാപമായി മാറുന്നൊക്കെ തിരുമേനി അങ്ങ് തട്ടിവിടുവാണ്. അപ്പോൾ തിരുമേനിത്തെ അവർ കെഞ്ചുവാണ്, ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടും തിരുമേനി അതിലൊന്നും വീഴുന്നില്ല. അപ്പം തിരുമേനി വലിയ രീതിയിൽ എന്താണ് ഭയങ്കര നല്ലവനെ പോലെ അങ്ങ് പെരുമാറുക. അതിനുശേഷം തിരുമേനിയുടെ ഭാഗത്തുനിന്ന് സച്ചിക്ക് അർച്ചനയ്ക്ക് നിരാശയാണ്. അങ്ങനെ അവർ പോകുന്നതും നമ്മുടെ ഈ ധനുഷ് എന്താണ് സന്ധ്യയുടെ കാറിൽ തന്നെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ധനുഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അപ്പം കോൾ എടുത്തിട്ട് ധനുഷ് എന്താണ് ഹലോ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ധനുഷ് എന്താണ് ഭയങ്കരമായിട്ട് ആർത്തട്ടച്ച് അങ്ങ് ചിരിക്കുവാണ്. ഈ ചിരി കണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ അവന്തിക ഇവനെ നോക്കുക, ഇവനെന്തോ ഇത്ര ചിരിക്കാൻ മാത്രം എന്തൊക്കെ സംഭവിച്ചോ എന്നറിയാതെ നിൽക്കുമ്പോഴത്തേക്കും ഇവളുടെ പേര് എന്താ സ്നേഹം എങ്ങാണ് ഇനി വിളിച്ച് പോലെ തമാശ പറഞ്ഞെന്നുള്ള രീതിക്കകത്ത് ഇവളെ നോക്കുമ്പോഴത്തേക്കും ധനുഷ് ഭയങ്കര ചിരിയോട് ചിരി. എന്നിട്ട് പറയാം, അതെ ഞാനിപ്പോൾ ഇച്ചിരി തിരക്കിനകത്താണ്, ഞാൻ കുറച്ച് ഫ്രീ ആകുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വിളിക്കാൻ വന്നിട്ട് ആ ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും ചിരിക്കുമോ. അപ്പോൾ
അപ്പോൾ അവന്തി ചോദിക്കുക ഇത്രമാത്രം ചിരിക്കാൻ എന്തോ കാര്യമായിരിക്കുന്നത്. ആ അതാണ് രസമായ ഒരു കാര്യം. അതായത് ഇന്നലെ ഞാൻ അങ്ങോട്ടേക്ക് നടക്കുമ്പോഴാണ് ഈ സച്ചി അർച്ചനയും കൂടെ ഒരു ഗൂഢതന്ത്രം മെനയത് ഞാൻ കേട്ടത്. അതായത് 11 ദിവസം കൂടെ ഉള്ള കല്യാണം 2 ദിവസത്തിനകത്ത് എങ്ങാനും നമ്മൾ നടത്തുമെന്നുള്ള പേടിക്കാതെ ഇതങ്ങ് 2 മാസത്തേക്ക് അങ്ങ് നീട്ടി വെക്കാനുള്ള പദ്ധതിക്ക് വേണ്ടി ജോസിനെ പിടിക്കാൻ പോയതാ. ഇത് ഞാൻ എൻ്റെ ഭാഗ്യത്തിനാണ് കേട്ടത്. കേട്ട പാടെ തന്നെ ഞാൻ അയാളെ പോയി കണ്ട് അങ്ങനെ അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അയാളെ എൻ്റെ വരുതി നിർത്തിയപ്പോഴത്തേക്കും ഇപ്പം ഇതുങ്ങൾ 2 കൂടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അയാൾ പറ്റത്തില്ല എന്ന് പറഞ്ഞ് 2 വളിച്ച് പോയി തിരിച്ചു വരുന്നുണ്ട്. അതിന് ഈ കാര്യത്തിന് കൂട്ടിക്കാൻ ജോത്സ്യൻ നീ എത്ര കൊടുത്ത്? 1,00,000 രൂപ തികച്ചും തന്നെ കൊടുത്തിട്ടുണ്ട്. അറിയാം ഭയങ്കര രസിച്ചങ്ങ് ചെയ്യുക. കാരണം ഇവൻ ബുദ്ധിപൂർവ്വം ഇതൊക്കെ കളിച്ചല്ലോ. കാരണം തന്നെ പോലും അറിയിക്കാതെ ഇതൊക്കെ നല്ലപോലെ ഹാൻഡിൽ ചെയ്തതിൻ്റെ സന്തോഷത്തെ അവന്തികരിക്കുകയാണ്. അപ്പോൾ അവന്തിക്ക് ഒരു കോൾ വരുമ്പോൾ അവന്തി എടുക്കുന്നുണ്ട്. എവിടെ എത്താറായി കഴിഞ്ഞോ? ഞാൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ധനുഷ് നോക്കുക ഇതാരായിരിക്കും ഇവളെ വിളിച്ചത്. കാരണം രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ സംശയമുണ്ട്. അപ്പോഴത്തേക്ക് ഇവൾ പറയാം നമുക്ക് കാണാനുള്ള ആൾ ഇതേണ്ട അവിടെ നമുക്കായി വെയിറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഇനി ആ കാണാൻ പോകുന്ന വ്യക്തി ആരാന്നുള്ളത് അറിയത്തില്ല. പക്ഷെ അത് എന്തായാലും അനൂപിന് മീരേട്ടത്തേക്കുള്ള പാര പണിയാനുള്ള വ്യക്തിയും അല്ലെങ്കിൽ സച്ചിക്ക് അർച്ചനയ്ക്കുള്ള പാര കൊടുക്കാനുള്ള വ്യക്തിയാകാനാണ് ചാൻസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മാങ്ങാടി സീരിയൽ ഫുൾ എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുക. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. ബൈ.